ട്രാവലർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പെട്ടു കേട്ടോ. എന്റെ കയ്യിൽ ഈ പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട്. ഞാൻ യുക്രൈനിൽ പോകാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. യുദ്ധം ആക്ച്വലി ഈ ഒരു സാധനം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ ഇട്ട ഒരു സ്റ്റോറി ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ മാഹിൻ ഇട്ട സ്റ്റോറി എന്ന് പറയുന്നത് ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ. മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് ദിസ് പാസ്പോർട്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ വിത്ത് ഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ആയിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് 90-ലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ ഒരു വളരെ വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഈ ട്രാവലിംഗ് മറ്റുള്ളവരുടെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാഹിൻ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ അതിനുമ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ വിദേശ രാജ്യത്തിരുന്ന് കാണുന്നവരാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് നിങ്ങൾ പോയ രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ചെയ്ത സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കാരണം ഞാൻ ആകെ പോയിട്ടുള്ളത് നമ്മുടെ UAE മാത്രമാണ്. എനിക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയതിൻ്റെ അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് പോയ സമയങ്ങളിൽ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ തന്നെ റഷ്യ പോലുള്ള രാജ്യങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ, ഒന്ന് അമേരിക്കൻ കൺട്രീസ് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഒരു വലിയൊരു വിഷയം നടക്കുകയാണ്, വളരെ വലിയ വിഷയമാണ്. അതിനകത്ത് പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ വിയോജിക്കാം. അതോടൊപ്പം തന്നെ ഇതിനെ നല്ല രീതിയിലൊരു മറുപടിയായിട്ട് നമ്മുടെ സുജിത് ഭക്തന് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ആദ്യം മാഹിൻ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാം. ഞാനും അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ്. എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം, എന്നെ തീവ്രവാദിയാക്കിയേക്കാം. പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ്. നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടോ? നിങ്ങൾ പെട്ടു. അത് നിങ്ങൾ ജീവിതത്തിൽ ഒരു ഫുൾ ടൈം ട്രാവലർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പെട്ടു കേട്ടോ. എന്റെ കയ്യിൽ ഈ പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട്. ഞാൻ യുക്രൈനിൽ പോകാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. യുദ്ധം ആക്ച്വലി ഈ ഒരു സാധനം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയെ തന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം പാസ്പോർട്ടിനെ അല്ലേ, ആ പാസ്പോർട്ടിനെ കാണിച്ചിട്ട് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ അത് ഈ പുള്ളിക്കാരൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ രാജ്യത്തിനെ ഒരുമാതിരി നാണം കെടുത്തുന്ന ഒരു പരിപാടി എന്നാണ് സംഭവം. ശരിയായിട്ടാണ് തോന്നുന്നത്. അത് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാം, ചിലപ്പോൾ അതിന് വേറെ കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനത്തിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇത് ഉണ്ടെങ്കിൽ നാണക്കേടാണെന്നൊക്കെ പറയുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനോടൊരു ഷെയിം തന്നെയല്ലേ അത്. തുടങ്ങിയ മൂർച്ച മുനയിൽ അതിതായിട്ടുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം 2 മാസങ്ങൾക്ക് മുന്നെയാണ് യുക്രൈനിൽ വിസ അനൗൺസ് ചെയ്തത്. ഇന്ത്യക്കാർക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. പക്ഷേ എന്തോ പെട്ടെന്ന് വെബ്സൈറ്റ് ക്രാഷ് ആയെന്ന് തോന്നുന്നു. ഒരു റിപ്ലൈ ഇല്ല, മെയിലുകൾക്ക് ഒരു മറുപടിയില്ല. അവസാനം ഞാൻ യൂറോപ്പിലെ ഓസ്ട്രേലിയയിലെ വിയന്നയിലെ അവരുടെ യുക്രൈനിയൻ എംബസിയിലോട്ട് വന്നു. അവരും എന്നെ കൈകഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ യൂറോപ്പിൽ ഫ്ലൈ ചെയ്ത് വന്നതിന്റെ പ്രധാന കാരണം യുക്രൈന് പോകാനായിരുന്നു. ഇപ്പൊ ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് യുക്രൈനിൽ മാത്രമല്ല പല രാജ്യങ്ങളുടെയും സ്ഥിതി ഇതൊക്കെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ പല ഇതിൽ കാണും, ഇന്ത്യക്കാർക്ക് 40 രാജ്യത്ത് പോവാം, 50 രാജ്യത്ത് പോവാം, 60 രാജ്യത്ത് പോവാം. അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന്. പക്ഷേ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ്. ഞാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ ശ്രീലങ്കയും ചൈനയായിട്ടും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ലോകത്ത് 195 രാജ്യങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ദയനീയമാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടെന്നൊക്കെ പറഞ്ഞ സംഭവം എന്ത് പുള്ളി എടുത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി മനസ്സിലായിട്ടില്ല. വേറെ രാജ്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് എന്താ അങ്ങനെ ഒരു കമ്പാരിസൺ? ഇത് വ്യക്തവും ക്രിസ്റ്റൽ ക്ലിയറുമായിട്ട് സുജിത് ഭക്തൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ ഇട്ട ഒരു സ്റ്റോറി ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ മാഹിൻ ഇട്ട സ്റ്റോറി എന്ന് പറയുന്നത് ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ. മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് ദിസ് പാസ്പോർട്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ വിത്ത് ഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ആയിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് 90-ലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഞാൻ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഹിൻ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മാഹിൻ ഒരു റീൽ ഇട്ടു. ആ റീൽ മാഹിൻ പറയുന്ന കാര്യം ശരിയാണ്, സത്യം പറഞ്ഞാൽ ശരിയാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പാസ്പോർട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, നമുക്ക് ധാരാളം നാണക്കേടുകൾ ഉണ്ടാവാറുണ്ട്, മാനക്കേടുകൾ ഉണ്ടാവാറുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. സത്യം മാത്രമാണ് മാഹിൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാഹിന്റെ ആ ഒരു സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്രേ ഉള്ളൂ, കാരണം ഞാൻ ജനിച്ച ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായി. മാഹിനെ പോലെ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ട്രാവൽ
അത് സത്യമല്ലേ? കാരണം സന്തോഷ് ജോർജ് കുളങ്ങര നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു സഞ്ചാരി എന്നുള്ളത് പറയുമ്പോഴേക്കും സഞ്ചാരം എന്നുള്ള ചാനൽ ഓർമ്മ വരും. കാരണം അത്രത്തോളം നമ്മൾ ഈ കാലഘട്ടമല്ല, കുറച്ചുകൂടെ പുറകിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഈ പറഞ്ഞ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടല്ലേ സന്തോഷ് ജോർജ് കുളങ്ങര യാത്ര ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ എവിടെയെങ്കിലും ആ ഒരു കാര്യത്തിനകത്ത് ഇപ്പോൾ ഓക്കെ, നമ്മൾ ചിലപ്പോൾ ചില രാജ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട് വാർത്തകളിൽ, ചില രാജ്യങ്ങളിൽ ചില രാജ്യക്കാരോട് കാണിക്കുന്ന, മറ്റ് ചില രാജ്യക്കാരോട് കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചില ഫ്ലൈറ്റുകളിൽ ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ചില ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്കാർ ചില ഫ്ലൈറ്റുകളിൽ പോകുന്ന ഒരു സമയത്ത് ഇന്ത്യക്കാരോട് ഒരു താല്പര്യം പോലും കാണിക്കത്തില്ല. കാരണം അത്രത്തോളമൊക്കെ മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്തുകളയും. മറ്റ് ചില കൺട്രീസും ഉണ്ട്, അവരാണ് ആ ഒരു ഫ്ലൈറ്റിനകത്തുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് മൊത്തം അലമ്പാക്കും, അല്ലെങ്കിൽ അതൊരു മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. അതുകൊണ്ട് ചില ഇന്ത്യക്കാർ കാരണം മറ്റ് ഇന്ത്യക്കാർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. അതിന് ചില ആൾക്കാർ ചെയ്തു വെച്ചേക്കുന്ന ഒരു കാരണം കൊണ്ടാവാം ആ ഒരു സാധനം. അതിന് ഈ പറഞ്ഞ കണക്കിന് പുള്ളിക്കാരൻ ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ട് ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ശാപം എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ? അത് ഏത് സെൻസിലെടുത്താലും അതിനെ എങ്ങനെയാണാവോ ന്യായീകരിക്കാൻ പറ്റുക? അദ്ദേഹത്തിന് ട്രാവലിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അതിനകത്ത് ഈ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് പോയ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതിന് പുള്ളിക്കാരൻ ഇത്രയും കാലം യാത്ര ചെയ്തതും ഈ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ടുള്ള അല്ലേ? അതോ പുള്ളിക്കാരന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള, എനിക്കറിയില്ല. കേൾക്കാം, ബാക്കി കേൾക്കാം. യൂട്യൂബിലും ടിവിയിലും ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും എഫേർട്ട് ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹിൻ. സോ അങ്ങനെയുള്ള മാഹിൻ എന്ന് പറയുന്നത് വളരെ മോശമായി പോയി. അതോടെ മാറിക്കട്ടെ. മാഹിൻ മാത്രമല്ല, ധാരാളം നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു കാര്യത്തെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടു. പുള്ളി ലാവോസിൽ പോയ സമയത്ത് പുള്ളിനോട് കേട്ടില്ല, പുള്ളി ഡിപ്പോർട്ട് ചെയ്തതിന്റെ കാരണം പുള്ളി പറയുന്നത് പുള്ളിയുടെ എത്രയും പൈസ ഉണ്ടായിട്ടും അവരൊന്നും കേട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം എന്താ യാത്ര ചെയ്യുന്ന ആളല്ലേ എന്ന് പറഞ്ഞേക്കാം. അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം, നമുക്കറിയാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന് അറിയുള്ളൂ. ഇനി വേറൊരു കാര്യം, അദ്ദേഹം അത്യാവശ്യം ലുക്ക് വൈസ് ആണെങ്കിൽ പോലും പ്രായമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രായം വെച്ചിട്ട് ഒരിക്കലും ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ചാടാനോ ഒന്നും അദ്ദേഹത്തിന്റെ ലുക്ക് വൈസ് തോന്നാൻ സാധ്യതയില്ല ഒരിക്കലും ഒരു ഇമിഗ്രേഷൻ ഓഫീസർക്ക്. നേരെ മറിച്ച് ഞാനാണെങ്കിലോ അല്ലെങ്കിൽ മാഹിനാണെങ്കിലോ, മാഹിനൊക്കെ വളരെ ചെറുപ്പമാണ്, എന്നെ കണ്ട പിന്നെ പ്രായം തോന്നി. മാഹിനൊക്കെ വളരെ ചെറുപ്പമാണ്. മാഹിനൊക്കെ ഒരു രാജ്യത്ത് പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ ഇവൻ എന്തിനാണ് വന്നത്, അനധികൃതമായിട്ട് ജോലിക്ക് വന്നതാണോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബാധ്യതയാവാമെന്നാണെന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമ്മളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ചോദ്യം ചെയ്ത് ആ വ്യക്തി എന്ത് ഉദ്ദേശത്തിനാണ് അവിടെ വന്നത്, ആ വ്യക്തി തിരിച്ചു പോകുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ആ വ്യക്തി നമ്മുടെ രാജ്യത്തിന് ത്രട്ടാകുമോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടത് അവിടെ ഇരിക്കുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ്. നേരായ മാർഗത്തിൽ വരുന്നത്, തെറ്റായ മാർഗത്തിൽ വരുന്നതല്ല, നേരായ മാർഗത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ആ വന്ന ആള് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ത്രട്ടായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതായത് നമ്മൾ ഓരോ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതാത് രാജ്യങ്ങളിൽ നിന്ന് ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ഈ ഒരു പറയുന്ന വ്യക്തിയുടെ അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുകയും ഇവരിൽ എന്തെങ്കിലും സംശയപരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ തടഞ്ഞു വെക്കുകയും തിരിച്ചുവിടുകയും ചെയ്യുന്നുള്ള കാര്യമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു അപ്പിയറൻസ് വെച്ചിട്ടോ അദ്ദേഹത്തിന്റെ പ്രായം വെച്ചിട്ടോ അദ്ദേഹത്തിന് ആ ഒരു തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ യൂത്ത് ലെവലുള്ള ആൾക്കാരുടെ ആ ഒരു സാഹചര്യം അവർ കണക്കിലെടുത്തുണ്ടാകും എന്നാണ് പുള്ളി പറയുന്നത്. ബട്ട് എന്നാലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ഇപ്പം അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നുണ്ട്. അതായത് കുറേ പേര് പറയുന്നുണ്ട് 80 ആയിരുന്നു റാങ്കിങ്ങിൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട്, പക്ഷെ അത് 80 നിന്ന് 85 വീണിട്ടുണ്ടെന്ന് പറയുന്നു. മാഹിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന് കുഞ്ഞിനെ മുതൽ ലഭിച്ച പ്രത്യേക വിദ്യാഭ്യാസമാണ് പ്രശ്നമെന്ന് പറയുന്നു. അത് മതപരമായ കാര്യങ്ങൾ കയറി വരുന്നു, അതിൽ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയെ പറ്റി ഇങ്ങനൊരു പരാമർശം വേണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രായമൊന്നും തോന്നുന്നില്ല. സുജിത്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന നിലപാട് പാടില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയെ അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. അത് അധിക്ഷേപിച്ചിട്ടാണോ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പ്രായം ലുക്ക് വയസ്സിലും എങ്ങല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാസ്പോർട്ടിലും ഏജ് കാണുമല്ലോ. പിന്നെ മാഹിൻ പറഞ്ഞത് ശരിയാണ്, അയാൾ പാകിസ്ഥാനിൽ ജനിക്കേണ്ട ആളായിരുന്നു. വളരെ മതപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? വളരെ സിമ്പിളി തന്നെ ഒരു വിഷയം വേറെ വഴിക്കൊക്കെ പോകുന്നു. ചില വിമർശനങ്ങളാവാം, പക്ഷേ വിമർശനത്തിൻ്റെ അപ്പുറത്തേക്ക് മതത്തിലേക്കും പോയി. ഈ മാഹിൻ ആരാണ്? അസൽ സുഡാപ്പി ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവൻ വിചാരിക്കുന്ന ഹക്കുമത്തെ ഇലാഹി ഇവിടെ നടക്കുന്നത്. ഹുക്കുമത്തെ ഇലാഹിയോ? അതെന്തോ സംഭവം? അവനെ ഇന്ത്യയിൽ പോലും കേട്ടില്ല, എന്നിട്ടല്ലേ മറ്റു രാജ്യക്കാർ ഞമ്മൻ്റെ രാജ്യം ആകും വരെ നമ്മൾ അസ്വസ്ഥരാണ്. ഇന്ത്യക്കാരുടെ വില കളഞ്ഞ് അവിടെ മുമ്പിൽ പോയ ആൾക്കാർ തന്നെയാണ്, അവിടെ മുമ്പേ പോയ ആൾക്കാരാണ് ഇന്ത്യക്കാരുടെ വില കളഞ്ഞതാണ്. തായ്ലൻഡ് ആയാലും UK ആയാലും കാനഡ ആയാലും ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില കുറച്ച് കാണിക്കുന്നത് പകരം ഇന്ത്യക്കാരെയാണ്. ഉദാഹരണം, തായ്ലാൻഡിന് ഇന്ത്യൻ നല്ലൊരു ശതമാനവും യാത്ര എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. മിക്ക രാജ്യങ്ങളും ടൂറിസ്റ്റുകളുടെ സ്വാഗതം ചെയ്ത് വിദേശ നാണ്യം നേടാനാണ്. പക്ഷേ ഇന്ത്യൻ റുപ്പീസ് റൂം പോലും എടുക്കാതെ ബീച്ചിൽ കിടന്നുറങ്ങി പരസ്യമായി മൂത്രം ഒഴിച്ച് നടന്നാൽ അത് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ പുള്ളിക്കാരനെ ഒക്കെ നല്ല കാര്യമാണ് പറഞ്ഞത്, നല്ലൊരു കാര്യമാണ്. മാഹിൻ തീവ്രവാദ എന്തൊക്കെയാണെങ്കിലും
ഓക്കെ, അത് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ജോലിയാണ് ബേസിക്കലി ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പാസ്പോർട്ട് റാങ്കിംഗ് എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ അതേപോലെ തന്നെ വേറെ പല കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പാസ്പോർട്ട് റാങ്കിംഗ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ആയിട്ട് ഒരു 4 വർഷം അല്ലെ 5 വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം റെസ്പെക്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട്. അതേസമയം മോശം അനുഭവം ഉണ്ടാവാറുണ്ട്. പല സ്ഥലങ്ങളിലും വളരെയധികം റെസ്പെക്ട് കിട്ടാറുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. റഷ്യ പോയ സമയത്ത് ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ് എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി കുറഞ്ഞു ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു ഞാൻ വിചാരിച്ചാണ്. കൊട്ടഞ്ഞ് പറഞ്ഞിട്ടാണ് അത്രയും ട്രാവൽ സ്റ്റേ ഉണ്ടായിട്ട് ആ സമയത്ത് എന്റെ പാസ്പോർട്ടിൽ UK വിസ ഉണ്ട്, ഷെങ്കൻ വിസ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി ഒരു 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് എന്നെ പുറത്തേക്ക് വിട്ടത്. രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോഴും സിമിലർ അനുഭവമായിരുന്നു ഉണ്ടായത്. പക്ഷേ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോഴത്തേക്കും ഇന്ത്യ റഷ്യ തമ്മിൽ പണ്ട് പോലെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് ഓ യു ഫ്രം ഇന്ത്യ, ഓക്കെ വി ആർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത്. സോ അങ്ങനെ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ ഇന്ത്യ റഷ്യ തമ്മിൽ ഭയങ്കര ബായ് ബന്ധം നിലനിൽക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. അതിന്റെ മെയിൻ റീസൺ യൂറോപ്പിലേക്കും മറ്റും അനധികൃതമായിട്ട് കുടിയേറി പാർക്കുന്നതിന് വേണ്ടിയായിട്ട് ഇന്ത്യക്കാർ ധാരാളമായിട്ട് റഷ്യയിലേക്ക് പോവുകയും ജോർജിയയിലേക്ക് പോവുകയും. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് ഞാൻ പറയും തുടക്കത്തിൽ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ താഴത്തൊരു കമൻറ്റ് ആദ്യമേ പറയട്ടെ, ഇന്ത്യൻ പാസ്പോർട്ട് റാങ്കിങ് 80-ൽ നിന്നും 85-ലേക്ക് വീണിട്ടുണ്ട്. ഓക്കെ, പാസ്പോർട്ട് റാങ്കിങ് ഒരു വലിയ ഘടകമാണ്. പല വികസിത രാജ്യങ്ങളിലേക്കും അനധികൃത കുടിയേറ്റത്തിന് ശ്രമിക്കുന്നവരും നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടുകാരാണ് എന്നത് മറ്റൊരു ഘടകമാണ്. നയതന്ത്ര ബന്ധങ്ങൾ എത്ര നല്ലതായാലും ശക്തമാക്കിയാലും ഇത്തരം കാര്യങ്ങൾ യാത്രികരുടെ പ്രവേശന കാര്യത്തിൽ വലിയ ഘടകമായി നിലനിൽക്കുന്നു. നോക്കി, ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ രാജ്യത്ത് പോകുന്നു, ആ രാജ്യത്തേക്ക് നമ്മൾ പോകുന്ന വിസിറ്റിംഗ് വിസ ഉണ്ടാവാം, മറ്റെന്തെങ്കിലും എഡ്യൂക്കേഷനല്ലോ മറ്റുള്ള പല പർപ്പസിനും ആയിരിക്കാം. ആ വിസയ്ക്ക് ഒരു കാലാവധി ഉണ്ടാവുമല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ ഗോൾഡൻ വിസ പോലുള്ള സംവിധാനം ഒന്നും ആയിരിക്കത്തില്ലല്ലോ. ആ ഒരു വിസയ്ക്ക് എന്തിനാണ് ഒരു കാലാവധി ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ പൗരനായിരിക്കണം. അപ്പം അതല്ലാത്തടത്തോളം കാലം ഒരു വ്യക്തി അവിടെ പോകുമ്പോഴേക്കും അവിടുത്തെ അതിഥിയായിട്ടോ അവിടെ കുറച്ചു കാലം താമസിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടോ പോകുന്നതാണ്. ഈ താൽക്കാലികമായിട്ട് താമസിക്കുന്ന ആൾക്കാർ താൽക്കാലികം എന്നുള്ള വ്യാജേന അവിടെ എത്തിയതിനു ശേഷം അവിടെ സ്ഥിരതാമസമാക്കുകയും അവിടുത്തെ ഇതിനെ കണ്ണ് വെട്ടിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റു തരത്തിൽ ജോലികൾ ചെയ്യുക. ഇപ്പം പണ്ടത്തെ ആണെങ്കിൽ നമ്മൾ ഗൾഫിലേക്ക് പോയി ചാടി നിൽക്കുക എന്ന് പറയും. ഗൾഫിൽ പോയിട്ട് വിസ തീർന്നിട്ട് വിസ കാലാവധി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാതെ അവിടെ ചാടി നിന്നും മറ്റു തരത്തിലേക്ക് ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുക എന്ന് പറയും. അതുപോലെ മറ്റ് രാജ്യങ്ങൾ നമ്മൾ ഈ ഇടയ്ക്കുള്ള കേൾക്കുന്ന പലതരം ന്യൂസുകളിലും ഇന്ത്യക്കാർ പല രാജ്യങ്ങളിനകത്തും പോയിട്ട് അവിടെ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ട് നിന്ന് അവിടുത്തെ ജോലിയും ചെയ്ത് ആ രാജ്യത്തിന്റെ പൗരനുമല്ല ഇന്ത്യൻ രാജ്യത്തിന്റെ പൗരനായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോലും പോകാതെ അവിടെ തന്നെ നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഡിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും? നോട്ട് ചെയ്യും. അങ്ങനെയുള്ള രാജ്യങ്ങൾ നോട്ട് ചെയ്യുന്നതിന് കൂടെ നമ്മുടെ കുറേ ആൾക്കാർ ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയും കൂടെ ഇതിനകത്ത് വരില്ലേ? ഞാൻ മനസ്സിലാക്കുന്ന ലളിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ മേ ബി അങ്ങനെ ഒരു കാരണം കൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ മുമ്പ് വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നോക്കാം എന്നുള്ള രീതിയിലാവാം. അങ്ങനെ ആയിക്കൂടെ? അല്ലാതെ മാഹീനെ കണ്ട ഉടനെ അത് ഇന്ത്യൻ പാസ്പോർട്ടാണെന്നുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ പ്രോബ്ലം ആണോ? ആ പാസ്പോർട്ടിലൂടെ നമ്മുടെ ഇവിടെ നിന്നും പോയ ഇന്ത്യക്കാർ അതിനെ മിസ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണോ? അതിന് ഇന്ത്യക്കാരെ മൊത്തത്തിൽ ആ ഒരു പാസ്പോർട്ട് എന്ന് വെച്ചാൽ എവറി ഇന്ത്യൻസ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പാസ്പോർട്ടിന്റെ വാല്യൂ കുറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രിക്ട് റൂൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇവിടുത്തെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവിടെ പോയിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്ത് പോയി നാണക്കേട് ഉണ്ടാക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളടക്കം ചെയ്യേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റും ഇവിടെ സിസ്റ്റം ഒക്കെയാണ്. അതൊക്കെ മാറി വരണം. അല്ലാതെ ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഈ ഒരു പാസ്പോർട്ടാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് ഇപ്പം ലോകത്തിൽ ഏത് വലിയ ടോപ്പ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പ് കമ്പനികളിലെല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഇന്ത്യക്കാരല്ലേ? നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണല്ലോ. അവരെല്ലാവരും ഈ യാത്രകൾ ചെയ്യുന്നവരൊക്കെ തന്നെയല്ലേ? എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചിലർക്കെങ്കിലും ഉണ്ടാവുന്നതിൻ്റെ റീസൺ ഈ പറഞ്ഞ സുജിത് ഭക്തൻ പറഞ്ഞ ഘടകങ്ങളായിരിക്കും. അതിന് ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുന്നത് അത്ര യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഘടകമല്ല. സോ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ പറഞ്ഞത് പൂർണ്ണമായി തെറ്റാണെന്നോ, ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടെക് ട്രാവൽ സുജിത് ഭക്തൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ മാത്രം എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുപോലുള്ള യാത്ര ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഇതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ അതോ തെറ്റാണോ എന്നുള്ളതും കൂടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.